മഹേഷ് പോലൊരു മുഹമ്മദ് നൌഫലുമുണ്ട്. അവർ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് ഉള്ളത് മത്സരം വീക്ഷിക്കുന്നതിനായി. ആദ്യം മഹേഷ് പോലൂരിലേക്കാണ്. മഹേഷ്, ടോസ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ന്യൂസിലാൻഡ് ടോസ് നേടിക്കൊണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുന്നു. എത്ര കണ്ട് നിർണായകമാണ് ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേസമയം തന്നെ ബാറ്റിങ്ങിന് പറഞ്ഞയക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ഈ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഉള്ളത്. മറുവശത്തുള്ള തന്ത്രങ്ങൾ എങ്ങനെയാണ്? മറ്റേതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ ടീമിലുണ്ടോ മഹേഷ്? അനിക, ഇന്നിപ്പോൾ നമ്മുടെ ടീം, അതായത് ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റവുമില്ല. സെയിം ടീം ഒന്ന് ഒറ്റ വാക്കിൽ സൂര്യകുമാർ യാദവ് രവിശാസ്ത്രിയോട് മറുപടി പറഞ്ഞു. അത് വലിയ കരഘോഷത്തോടു കൂടിയാണ് അഹമ്മദാബാദ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലെയും വിന്നിംഗ് കോമ്പിനേഷനെ അതേപോലെ നിലനിർത്തുകയാണ്. അതിലേറ്റവും പ്രധാനം സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചെത്തുന്നത് നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും കണ്ടു. ഇന്നിപ്പോൾ ഒരു പക്ഷേ നേരത്തെ ഹരിഗോവിന്ദ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ അഭിഷേക് ശർമ്മയും കൂടി ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൂറ്റൻ സ്കോറിലേക്ക് പോകണം. സ്വാഭാവികമായും ടോസിന്റെ ഒരു ആനുകൂല്യമുണ്ട്. ക്രൂഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ T20 ക്രിക്കറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ടോസിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു 50 ഓവർ മാച്ചിന്റെ പ്രാധാന്യം ടോസിൽ ഒരു 2020 മാച്ചിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം. പക്ഷെ അഹമ്മദാബാദിലെ പ്രത്യേക സാഹചര്യം അത് നമുക്കറിയാം. ഞങ്ങള് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെയുണ്ട്. ഇവിടെ പകൽ സമയത്ത് അതികഠിനമായ വെയിലും രാത്രി സമയത്ത് വലിയ മഞ്ഞുവീഴ്ചയുമുണ്ട്. അതായത് നല്ല തണുപ്പുണ്ട്. അപ്പൊ ഡ്യൂ ഉണ്ട്. അതിന്റെ ഒരു ആനുകൂല്യം സ്വാഭാവികമായും ന്യൂസിലൻഡിനുണ്ടാകും. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ ബൌളർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാൽ അതൊരു പക്ഷേ കിവീസിന്റെ അടിത്തറ ഇളക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അഭിഷേകും സഞ്ജു സാംസണും തന്നെ ബാറ്റിംഗ് നടന്നു. ഫസ്റ്റ് ഡൌണിൽ ഇഷാൻ കിഷൻ, സെക്കൻഡ് ഡൌണിൽ സൂര്യകുമാർ യാദവ്, അതിനുശേഷം തിലക് വർമ്മ, അതിനുശേഷം ശിവം, ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയുമാണ്. പക്ഷെ തുടക്കത്തിൽ സഞ്ജുവും അഭിഷേകും ഒരു നല്ല തുടക്കം കാഴ്ചവെക്കുകയും ഇഷാൻ കിഷൻ പിന്നീട് ഇറങ്ങി കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഒരു 15 ഓവർ വരെ തുടക്കത്തിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർമാർ ബാറ്റുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ ഹാർദിക്കും ശിവം ദുബെയും കുറെ കൂടി മുകളിലേക്ക് ഇറങ്ങി കളിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് കാണുക. എന്തായാലും തുടക്കത്തിൽ കിട്ടുന്ന ഹരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പവർ പ്ലേയിൽ കിട്ടുന്ന ആ ആനുകൂല്യം അതാകും ഒരു പക്ഷേ ഈ മത്സരത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുക എന്ന് കൂടി നമ്മൾ അതിൽ പറയേണ്ടി വരും. എന്തായാലും ഒരു വലിയ ആരവമാണ്. ഞങ്ങള് ഇവിടെ ഗാലറിയിൽ ഒരു വശത്ത് മുഹമ്മദ് നൌഫലും മറുവശത്ത് ഞാനും ഉണ്ട്. ഈ ഗാലറിയുടെ ഈ മൈതാനത്തിന്റെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം 2 വശങ്ങളിലേക്കാണ്. അപ്പോൾ വലിയ വർണ്ണാഭമായ ഒരു ഫൈനലിന്റെ തുടക്കമാണ്. റിക്കി മാർട്ടിൻ, അതുപോലെ തന്നെ ഫാൽഗുനി പതക് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ, സെലിബ്രിറ്റികളുടെ ഇവന്റുകളൊക്കെ കഴിഞ്ഞു. വലിയ ആവരമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പക്ഷെ അതിലേറെ സന്തോഷം പറയട്ടെ, സഞ്ജുവിന് വേണ്ടി വലിയ ആർപ്പുവിളികൾ ഞങ്ങൾ നിൽക്കുന്ന വശത്ത് നിന്ന് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അനീഷ.